ഫുൾ ഓൺ തന്നെ നമുക്ക് ഈ ഒരു വാഹനം കൊടുക്കാം അല്ല. ക്യാഷ് ബാക്കിന് കിട്ടുന്ന ഒരു വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ്, അത് ഹൈബ്രിഡും ആണ് അല്ലെ. ക്യാഷ് ബാക്കിൽ തന്നെ ഇറക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്. 20 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു കിട്ടുന്ന സ്വിഫ്റ്റ് ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 2.10 ആവശ്യപ്പെടുന്നത് ലോണും കൊടുക്കാം ഫുൾ ഓൺ അല്ലേ. അപ്പൊ ഈ ഒരു സ്വിഫ്റ്റ് നമുക്ക് 20 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. അതേപോലെ ഇതാണെങ്കിൽ ഫുൾ ഓണിലും ഇറക്കാൻ പറ്റുള്ളൂ. ഫുൾ ഓൺ ആയിട്ട് കിട്ടേണ്ട വണ്ടികളൊക്കെ 65 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റില്ല. 20 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓണിനെ കൊടുക്കും ചെയ്യാം. 4.30 ഫൈനൽ കൊടുക്കുക. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 3.80 ലോൺ 3.80 ലോണും ചെയ്യാം. ഫുൾ ഓൺ കിട്ടുന്ന വണ്ടിയാണ്. 2016-17 റേസ്. ഡിയർ ഫ്രണ്ട്സ്, മാസം ഒരു 3000-4000 മാറ്റി വെക്കാണ്ടെങ്കിൽ ഒത്തിരി വാഹനങ്ങൾ സാധാരണക്കാരന് ചെറിയ ബഡ്ജറ്റുള്ള അല്ല കിടിലം കാറുകളുടെ ഒരു കിടിലം യാർഡിലാണ് വന്നിട്ടുള്ളത്. ഏകദേശം 100-100ഓളം വാഹനങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ എല്ലാ റേഞ്ചുള്ള വാഹനങ്ങളും ഇവിടെ ഉണ്ട്. യെസ്, അപ്പോൾ നമ്മൾ വണ്ടി ചാകര എന്ന് തന്നെ പറയാം. അത്യാവശ്യം കാറുകളുടെ ഒരു തൃശ്ശൂർ പൂരമായിട്ടാണ് റാഫിക്ക് നമുക്ക് നമ്മളെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സണ്ണിലാണ്. റാഫിക്ക് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സണ്ണിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പുത്രത്താണി രണ്ടാല് എന്ന സ്ഥലത്ത് വരുന്നത്. കൂടുതൽ ആൾക്കാർക്ക് നമ്മൾ ഈ ഏരിയ ലൊക്കേഷനിൽ നമ്മൾ കൊടുക്കാം. കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങൾ ഷെയർ ചെയ്തു. ഒന്നുമില്ലെങ്കിൽ സണ്ണ് ഓട്ടോ കൺസൾട്ടന്റ് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളുണ്ട്, ഒത്തിരി വാഹനങ്ങളുണ്ട്. SUV നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ അല്ലേ. SUV ഒക്കെ നമുക്ക് എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? SUV മാക്സിമം ലോണിൽ കിട്ടുന്ന വണ്ടികളുണ്ട്. നമുക്ക് വരുന്നത് ഡസ്റ്റർ, ടറാന. അതൊക്കെ എത്ര പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു വരുന്നത് 2.83 സ്റ്റാർട്ട് ചെയ്ത് 2.80. അതിനൊക്കെ 2.80 നമുക്ക് ലോൺ ചെയ്യണം 4000-5000 രൂപ ഒരു മന്ത്ലി ഇല്ല. ഒരു ബൈക്കിന്റെ ബുള്ളറ്റിന്റെ EMI നമുക്ക് നല്ല ഡസ്റ്റർ ഒക്കെ കൊണ്ടുപോകാം. മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടികളാണ് ഡസ്റ്ററും കാര്യങ്ങളൊക്കെ. മാക്സിമം ലോൺ തന്നെ കൊടുക്കും ചെയ്യാം അല്ല. അപ്പൊ നമുക്ക് ഒത്തിരി വാഹനങ്ങളുണ്ട്. SUV തന്നെ നമുക്ക് ഒരു ബൈക്കിന്റെ EMI നമുക്ക് ഇറക്കാന്നുള്ളതാണ് ഏറ്റവും മാക്സിമം നല്ല അട്രാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ജനപ്രിയ മോഡലായ ഇവിടെ ലിവമെന്നാണ് തുടങ്ങുന്നത്. ഡുവൽ ടൂൺ ആണ്, റെഡ് ആൻഡ് ബ്ലാക്ക്. കാരണം ഈ ഒരു വാഹനത്തിന്റെ ഹൈലൈറ്റ് ആണ് നമുക്ക് കുറഞ്ഞ മെയിൻ്റനൻസും അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടിയില്ല. അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 2015 മോഡലാണ് വണ്ടി. 2015 മോഡൽ അല്ലെ. ബലൂൺ ടയേഴ്സ്, അതേപോലെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള അലോയ്സ്, ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ, 2 സൈഡ് എയർ ബാഗ്. ഇത് GDSP ആണ് അത് വരുന്നത്. GDSP ആണ്. അപ്പൊ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഡുവൽ ടൂണിൽ വണ്ടിയില്ല. എങ്ങനെയായിരുന്നു 2015 മോഡൽ? 15 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് അല്ലെ. അതർ സ്റ്റേറ്റ് ആണ്, അത് കേരള വണ്ടിയാണ്. അതർ സ്റ്റേറ്റ് ആണ്. നിലവിൽ നമ്പർ ആയിട്ടും സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ടയേഴ്സ് ഒക്കെ നോക്കി നിങ്ങളൊന്നും നോക്കണ്ട. അത്യാവശ്യം 95% തന്നെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റാഫിക്ക് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഈ വാഹനം? ഫൈനൽ ആണെങ്കിൽ നമുക്ക് 4,35,000. 4.35 ഫൈനൽ. എത്ര വണ്ടി ഇറക്കാൻ പറ്റൂ? ഈ വണ്ടി നമുക്ക് ഒരു 3.5 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം. 10-65 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റൂല. അടുത്ത നല്ല കംഫർട്ടും പെർഫോമൻസും മൈലേജും ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വേറൊരു വാഹനം ഇല്ലാന്ന് തന്നെ പറയാം. എലൈറ്റ് i20, അതും ഡുവൽ ടൂൺ തന്നെയാണ്. റെഡ് ആൻഡ് ബ്ലാക്ക് വണ്ടിയാണ്. ഡീസൽ അല്ല വണ്ടി ആയിരുന്നു. ഡീസൽ 2015 ആസ്ട്ര ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. ഇതിന്റെ അപ്പുറം വേറൊരു ഓപ്ഷൻ ഇതിൽ ഇറങ്ങിയിട്ടില്ല. ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ 1,20,000 കിലോമീറ്റർ ഓടിക്കുന്ന ഫുള്ള് ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എല്ലാം വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓണർഷിപ്പിൽ വരുന്നത്. അതായത് ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും ടോപ്പ് തന്നെയാണ്. കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC, റിയർലി AC വെന്റ്, ഹാൻഡ് റെസ്റ്റ്, അങ്ങനെ എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടോ എല്ലാം നമുക്ക് ഈവൻ ഡെൻമാൻകെട്ട് അലോയ്സ് അടക്കം വരുന്നൊരു വണ്ടിയാണ്. ഡീസലാണ്. ഒരു 18-20 മൈലേജും കിട്ടൂല. എന്തായാലും എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് ഫൈനൽ ആണെങ്കിൽ 5,10,000. 5.10 ഏകദേശം നമുക്ക് ലോൺ കൊടുക്കാം. അപ്പൊ നമുക്ക് ഒരു 50 രൂപ വണ്ടി മാക്സിമം ഫുൾ ഓൺ ആയിട്ട് കിട്ടേണ്ട വണ്ടികളൊക്കെയാണ്. പക്ഷെ നമ്മളത് പറയുന്നില്ല, ഒരു ആവറേജ് ആക്കി ഒരു 50 രൂപ നല്ല ട്രാക്കിന് ഫുൾ ഓൺ വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ 1,20,000 ഫുൾ ഹിസ്റ്ററി ഒക്കെ പക്കയാണ്. ഞാൻ ഇതിന്റെ ഒരു പക്ക എക്സിക്യൂട്ടീവ് വേണമെന്നുള്ളവർക്ക് ഇതാണ് വൈറ്റ് ഫിനിഷിംഗിലും വാഹനം നമുക്കുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ? 2017 മാഗ്ന പ്ലസ് ആണ് വരുന്നത്. മാഗ്ന പ്ലസ് മിഡിൽ ഓപ്ഷൻ ആണ്. ഡീസൽ തന്നെ വരുന്നത്. ഈ പറഞ്ഞ മൈലേജ് കാര്യങ്ങളെല്ലാം പക്കയാണ്. കൂടെ തന്നെ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു അലോയ്സിന്റെ കമ്മി ഉണ്ടാവും, പുഷ് ബട്ടന്റെ കുറവും ഉണ്ടാവില്ല. ബാക്കി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങൾ, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. ഇത് എത്രയായിരുന്നു കിലോമീറ്റർ ഒക്കെ വന്നിട്ടുള്ളത്? ഒന്നിന്റെ പുറത്തോടെ ഫുള്ള് ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നല്ല ഫാൻസി നമ്പറൊക്കെയാണ് കേട്ടോ. 010 നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്ന ഡീസൽ വണ്ടിയാണ്. മൈലേജിനും യാതൊരു പക്ക ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന വണ്ടിയാണ്. നമ്മൾ എത്ര രൂപയൊക്കെ കൊടുക്കാൻ പറ്റുമത്? ഇത് ഫൈനൽ നമുക്ക് 5 രൂപ കൊടുക്കാം. ഒരു 4.80 ലോൺ കൊടുക്കും. ലോൺ 20 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓണിനെ കൊടുക്കും ചെയ്യാം. അടുത്ത തവണ നല്ല സ്പേസും അതായത് ഒരു സെഡാന്റെ സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഹാച്ച് ബാക്ക് ആണ് ഹോണ്ടയുടെ ജാസ്. ഇത് ഡീസലാണോ അത് പെട്രോൾ ആണോ? ഡീസലാണ് വരുന്നത്. മൈലേജ് പറഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ ഹൈലൈറ്റ് മൈലേജ് എന്തായാലും 20 മേലേക്ക് കിട്ടില്ല. ഇത് ലോങ് ഡ്രൈവിൽ 24 വരെ കിട്ടുന്ന വണ്ടിയാണ്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങൾ
ഇവിടുത്തെ തിരൂർ രജിസ്ട്രേഷൻ ആണ്. ഇത് സ്റ്റേറ്റ് ആണോ അതോ കേരള വണ്ടിയാണോ? ഒറിജിനൽ കേരള വണ്ടി ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പിൽ ഇവിടെ തിരൂര് രജിസ്ട്രേഷൻ വണ്ടിയാണ്. സ്പേസ് ഒക്കെ നോക്കി നിങ്ങൾക്ക് കിടന്നു പോകാന്നുള്ളതാണ് അല്ലെ. അത്രയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ് വണ്ടി വരുന്നത്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1 പുറത്ത് ഓടിക്കണ്. നല്ല എല്ലാ ഭാഗങ്ങളും നല്ല ക്ലിയർ വണ്ടിയാണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എത്ര രൂപ കൊടുക്കാം? ഇത് നമുക്ക് ഫൈനൽ ആണെങ്കിൽ നമുക്കൊരു 4 റുപ്യാണ് ആവശ്യപ്പെടുന്നത്. ഒരു 4.30 കണ്ടിട്ട് നമുക്ക് കൊടുക്കാം. ഫൈനൽ 4 റുപ്യ. മോഡൽ വരുന്നത് 2015 വണ്ടി. 2015 സിംഗിൾ ഓണർ വണ്ടിയാണ്. അതും നമുക്ക് അത്യാവശ്യം പക്ക ഹിസ്റ്ററി എല്ലാം പക്ക ആയിട്ടുള്ള വണ്ടിയാണ്. 5.50 ചോദിക്കണം. 4.30 ഫൈനൽ കൊടുക്കാം അല്ലെ. 30 രൂപ വണ്ടി ഇറക്കും ചെയ്യാം കേട്ടോ. അടുത്തൊരു നമുക്കൊരു SUV ആയിട്ടാണ് പോകുന്നത്. റെനോ ഡസ്റ്റർ ആണ്. ഡസ്റ്റർ 2015-16 രജിസ്റ്ററുള്ള 4x4 വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഒരു ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കിഡ്ലം വണ്ടിയാണ്. 4 വീൽ ഡ്രൈവ് വണ്ടിയാണ്. 4x4 ഒരു ചെറിയ ആക്സിഡന്റ് ഊരി വെച്ചിരിക്കുന്ന വണ്ടി. ബാക്കി ഫുൾ ക്ലിയർ ആണ്. അവര് മൈലേജ് 4x4 ഓട്ടോമാറ്റിക് വർക്ക് ചെയ്തിട്ട് ഊരി വെച്ചാണെന്നാണ് പറഞ്ഞത്. സാധനം ഒന്ന് മിക്സ് ആയിക്കണം അവർക്ക് കണ്ട് ചെയ്യേണ്ട ഒരു ഈ കോലത്തിൽ നമ്മൾ കൊടുക്കുക. 2015-16 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഫുള്ള് ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നല്ല ഫാൻസി നമ്പറൊക്കെ ഉണ്ട്. നമ്മളെ കുഞ്ഞാപ്പാന നമ്പറാണ് അല്ലേ. അപ്പോൾ അതാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ കിലോമീറ്റർ ഒക്കെ കാര്യം? കിലോമീറ്റർ 1 പുറത്ത് ഓടിക്കുന്ന വണ്ടി. നമ്മളെ നാട്ടിൽ തന്നെ 4 ഇറങ്ങിയ വണ്ടി തന്നെ. ഫസ്റ്റ് ഓണർ വണ്ടി തന്നെയാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് ഫൈനൽ നമുക്കൊരു മാക്സിമം ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാം. 4 റുപ്യ കൊടുക്കാം. 4 റുപ്യ മേൽക്ക് ലോൺ കൊടുക്കാം. 4 രൂപ നമുക്ക് ലോണും ചെയ്യാം. അപ്പൊ ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്നത്. 16 രജിസ്റ്റർ ഉള്ള വണ്ടി കേട്ടോ. രജിസ്റ്ററും ഉണ്ട്. അത്യാവശ്യം നമുക്ക് ഒരു വർക്കും ചെയ്യിക്കാനില്ല അല്ലേ. ഒന്നുമില്ല. കിലോമീറ്റർ പറഞ്ഞാൽ 1.20 ഓടിക്കണം. 1.20 ഓടിയിട്ടുള്ള വണ്ടിയില്ല. അടുത്തതാണ് നമുക്കൊരു കിഡ്ലം സിറ്റിയിലോട്ടാണ് പോകുന്നത്. അതും വൈറ്റ് ഫിനിഷിങ്ങിൽ 3rd ജനറേഷൻ ആണ്. നല്ല കിഡ്ലം അലോയ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2014 മോഡൽ ഒറിജിനൽ കേരള വണ്ടി തന്നെയാണ്. 2014 ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈലേജ് തന്നെയാണ് അല്ലെ. മൈലേജും അത്യാവശ്യം മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ കുറവുള്ള. അതായത് നമുക്ക് ടൊയോട്ട പോലെയൊക്കെ തന്നെ അന്വേഷിക്കുന്നവർക്ക് ഒന്നുകൂടെ വലിയൊരു വാഹനം എന്നാൽ നമുക്ക് മൈലേജും കൂടി കൂടുതൽ കിട്ടുന്ന ഒരു വണ്ടി അല്ലേ. ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെ തിരുവങ്ങാട് രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ആവശ്യപ്പെടുന്ന 4,30,000 ഫൈനലിട്ട് കൊടുക്കാം. 4.30 ഫൈനൽ കൊടുക്കുക. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 3.80 ലോൺ 3.80 വരെ ലോണും ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് വാഗ്നർ ആണ്. 2 വാഗ്നർ വരുന്നുണ്ട്. ഇത് 2018 വണ്ടിയാണ്. അത്യാവശ്യം മോഡലുള്ള വണ്ടിയാണ്. അതേപോലെ തന്നെ ഈ ഒരു മോഡൽ അത്യാവശ്യം കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്ത വണ്ടിയാണ്. മാനുവലും ആണ്. അതേപോലെ തന്നെ അത്യാവശ്യം മൈലേജും നല്ല യാത്രാ കംഫർട്ടും പ്രായമുള്ളവർക്കൊക്കെ നമുക്ക് ലോങ് ഡ്രൈവിന് റിയറിലും അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ട് കിട്ടുന്ന ഒരു വണ്ടിയാണ് അല്ലെ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 80,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ. എത്ര രൂപ കൊടുക്കാം? വണ്ടിയാണ്. അന്നത്തെ ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അല്ലേ. അന്ന് വാഗ്നറിൽ ഏറ്റവും ടോപ്പ് ലോഡ് ഇതായിരുന്നു. മുടക്കിയാൽ തന്നെ വണ്ടി ഇറക്കാം. 3 റുപ്യ കൊടുക്കാം. 3.5 ലക്ഷം രൂപ നമ്മൾ ലോൺ കൊടുക്കാം. 3 റുപ്യ അതും ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാനും പറ്റൂല. ഇതാണ് ഒന്നുകൂടെ നമുക്ക് ഒരു വാഗ്നർ തന്നെയാണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു മോഡല്? 2007 മോഡലാണ്. ലോ കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിൽ ആകെ 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാലമായിട്ട് സെക്കൻഡ് ഓൺഷിപ്പേ ആയിട്ടുള്ളൂ. കൂടുതൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോ കിലോമീറ്റർ ആണ്. 60,000 കിലോമീറ്റർ. ഇന്റീരിയർ സൈഡ് ഒക്കെ നോക്കി നിങ്ങൾ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. നിലവിൽ നമുക്ക് അത്യാവശ്യം മൈലേജും കിട്ടും. ചെറിയൊരു ബഡ്ജറ്റിൽ ചെറിയ കിലോമീറ്റർ ഒരു ഫാമിലി കാർ ഇല്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് ഫൈനൽ ആണെങ്കിൽ 1.30 ഫൈനലി ചെയ്യാൻ പറ്റൂല. അടുത്തതാണ് നമുക്ക് പിന്നെ ടാറ്റ ടിയാഗോ അല്ലെ. ടിയാഗോ ഇത് ഫുൾ ഓൺ കിട്ടുന്ന വണ്ടിയാണ്. 2016-17 രജിസ്റ്റർ ഉള്ള വണ്ടി. 16-17 രജിസ്ട്രേഷൻ ഫുൾ ലോഡ് വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് എൻഡ് വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് മാനുവൽ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജ് വരുന്നുണ്ട്. വേരിയന്റ് പെട്രോളാണ്. അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. അതേപോലെ ബോഡി വെയിറ്റും 4-സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ്. മാക്സിമം ലോണും കിട്ടുന്ന വണ്ടിയാണ്. മാക്സിമം ലോൺ. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ലോണിൽ ഇറക്കാം. അതും 17-18 മോഡൽ വണ്ടി 16-17 വണ്ടി. എത്ര ചോദിക്കുന്നത് പറഞ്ഞാൽ? ഇത് നമുക്ക് 3,10,000 3 ലക്ഷം രൂപ ലോൺ കൊടുക്കും. അപ്പൊ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ മാക്സിമം ഫുൾ ലോൺ തന്നെ കൊടുക്കാൻ പറ്റും. ഞാൻ ഇതിനൊരു കളർ ചേഞ്ച് ആണ്, സിൽവർ ഫിനിഷിംഗ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ വരുന്നത്? 2016 തന്നെ വരുന്നത്. ഇതിന്റെ ഹൈലൈറ്റ് മൈലേജ് തന്നെയാണ് അല്ലെ. മൈലേജ് 22-23 മൈലേജ് കിട്ടൂല. ഓപ്ഷനിൽ ഫുൾ ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ ഡീസലിൽ മൈലേജ് നോക്കുന്നവർക്ക് നല്ല ഫാൻസി നമ്പർ 70-80 നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് അല്ലെ. എത്ര ചോദിക്കുന്നത് നമ്മൾ ഈ വാഹനത്തിന്? ഇത് ഫൈനലാണ്. നമുക്ക് റേറ്റിന് കൊടുക്കാം. 3,10,000 കൊടുക്കാം. 3.10 അല്ലെ. ഫുൾ ഓണിനെ ചേഞ്ച് ചെയ്യാം. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഒന്നും ചെയ്യിക്കാനില്ല. മൈലേജ് നോക്കുന്നവർക്ക് ചെറിയൊരു ബഡ്ജറ്റ് നല്ലൊരു ഫാമിലി കാർ അതും ഫുൾ ഓണിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അടുത്ത വീണ്ടും ഒരു ബഡ്ജറ്റ് കാറാണ്. 800 cc ഒരു സാധാരണ ഫാമിലിക്ക് നമുക്കൊരു ബൈക്കിന്റെ 1000 cc മൈലേജ് കിട്ടൂല. ഏതായാലും എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 മോഡല്.
മാക്സിമം ലോണും കിട്ടും. 1.50 നമുക്ക് ലോൺ കൊടുക്കാം. 1.90 10 രൂപ മുടക്കി നമുക്ക് കൊടുക്കാം വണ്ടി. 10 രൂപ വണ്ടി ഇറക്കാം കേട്ടോ. കിലോമീറ്റർ പറഞ്ഞത് എങ്ങനെയാണ്? കിലോമീറ്റർ 70,000 കിലോമീറ്റർ 70,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. അത് നമുക്ക് ഒരു 10 രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. ചെറിയ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന നല്ലൊരു ഫാമിലി കാർ. നിസാന്റെ ഒരു സബ് ബ്രാൻഡാണ് ഡാറ്റ്സൺ കേട്ടോ. ഇതേം സെയിം ഒരു കളർ ചേഞ്ച് ആണ്, സെയിം മോഡൽ വണ്ടിയാണ്, ഒരു കളർ ചേഞ്ച്. ഇതെങ്ങനെയായിരുന്നു ഡാറ്റ്സൺ റെഡിഗോ? ഇത് 2016 മോഡലാണ്. 16 മോഡൽ. അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു ഫാമിലി കാർ. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 70,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, മേജറായിട്ട് ആക്സിഡന്റ് കാര്യം ഒന്നുമില്ല. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ഇല്ല. ഇത് പിന്നെ ചെറുവണ്ടി ഏതാണ്ട് ഒന്നും നോക്കാനൊന്നും ഇല്ലല്ല. നമുക്കൊരു ചെറിയ സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുള്ളൂ. അത്യാവശ്യം മൈലേജും കിട്ടും. ട്രാഫിക് എത്ര രൂപ കൊടുക്കാൻ പറ്റൂ? ഇത് നമുക്കൊരു 1.65 ഫുൾ ഓൺ ആയിട്ട് കൊടുക്കും. 1.65 ഫുൾ ഓൺ കേട്ടോ. അടുത്ത് ഇവിടെ നമുക്ക് മൈക്ര 2 വരുന്നുണ്ട്. ഇത് ഡീസൽ 2011 പ്രീമിയത്തിൽ വരുന്ന വണ്ടിയാണ്. അപ്പൊ അതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഇതിന്റെ പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ? യെസ്. അപ്പോൾ ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസും മൈലേജും. കാരണം നമുക്ക് ലീവ് ഒക്കെ എടുക്കണവരെ സംബന്ധിച്ച് നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ടെങ്കിൽ പെർഫോമൻസ് ഇച്ചിരി കുറവായിരിക്കും. പക്ഷെ മൈക്ര സമയത്ത് നമുക്ക് 24 മൈലേജും കിട്ടും, എന്നാൽ നല്ല പെർഫോമൻസ് കൂടി കിട്ടുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഡീസലാണ് നിസാന്റെ മൈക്ര. എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഈ വാഹനം? 1.65 കൊടുക്കാം. 1.65 ബെസ്റ്റ് പ്രൈസ്. അതിന് വീണ്ടും അതിന്റെ ഒരു സെയിം കളറിൽ വരുന്നത് എക്സൽ അല്ലേ? 16 മോഡൽ വണ്ടി. 16 മോഡൽ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ ഒക്കെ 1ന്റെ അടുത്ത് ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ് വണ്ടി വരുന്നത്. ഇത് മാക്സിമം 2.5 രൂപ കൊടുക്കുക. 2 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. ഒരു 19 രൂപ വണ്ടി ഇറക്കാം. ഡീസൽ വണ്ടി തന്നെ വരുന്നത്? ഡീസൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഇത് നമുക്കൊരു സെലേറിയോ അല്ല? എങ്ങനെയായിരുന്നു മോഡല്? 2017 വെറും 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 70,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ZXi ആണ് വണ്ടി. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് അല്ലേ? അപ്പൊ നമുക്ക് ഫുൾ ലോഡ് വണ്ടിയാണ്. നല്ല യാത്രാ കംഫർട്ടും കാര്യങ്ങളൊക്കെ റിഡ്സിന്റെ ഒക്കെ പോലെ തന്നെ ആ ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് റിയറിലും നമുക്ക് നല്ല സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ്. നല്ലൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വണ്ടി. ട്രാഫിക് എത്ര രൂപ കൊടുക്കാൻ പറ്റൂ? ഇത് നമുക്ക് 3.5 രൂപ കൊടുക്കാം. ഒരു 3 ലക്ഷം രൂപയുടെ മേലൊക്കെ നമുക്ക് ലോൺ കൊടുക്കാം. ഒരു ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അപ്പോൾ ഒരു ചെറിയൊരു ഫാമിലിക്ക് നല്ലൊരു കംഫർട്ട് ആയിട്ടുള്ള വാഹനം. വണ്ടി ഫുള്ള് ഷോറൂം കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ള വണ്ടിയാണ് അല്ലേ? ഇത് നമുക്ക് അമേസ് ഡീസൽ വണ്ടിയാണ്. കാരണം നമുക്കൊരു ഡെയിലി യൂസിന് ഒരു വാഹനം നോക്കുന്നവരെ സംബന്ധിച്ച് നമുക്ക് ഒരു സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. കാരണം പൊതുവെ മെയിൻ്റനൻസ് വളരെ കുറവാണ്, നല്ല മൈലേജും കിട്ടുന്ന വാഹനമാണ്. ഒരു സമയത്ത് നമ്മൾ ടാക്സിയിൽ നോക്കുകയാണെങ്കിൽ ഒത്തിരി വാഹനങ്ങൾ കണ്ടിരുന്നൊരു മോഡൽ കൂടിയാണ് ഈ ഒരു അമേസ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2015-16 രജിസ്റ്ററുള്ള വണ്ടിയാണ്. ഇത് റീവണ്ടിയാണ് വണ്ടി. ഇത് നമുക്ക് ഫൈനലി നമുക്കൊരു 3.5 രൂപ കൊടുക്കാം. 3 രൂപ കൊടുക്കാൻ പറ്റില്ല. മൈലേജ് അതേപോലെ തന്നെ ലോ മെയിൻ്റനൻസ് നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി വാഹനം തന്നെ എന്ന് പറയും. മാക്സിമം ലോൺ കിട്ടും. 2.70 മേലേക്ക് നമുക്ക് ലോൺ കിട്ടും. ലോൺ ചെറിയൊരു പ്രൈസിന് നമുക്ക് വണ്ടി മൈലേജുള്ള വണ്ടി തന്നെയാണ്. അടുത്ത് നമുക്ക് കാണും നല്ലൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് ഗ്രാൻഡ് ഐട്ടണ്. നല്ല അടിപൊളി കളറാണ്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. പൊതുവെ നല്ല ഫീച്ചേഴ്സും വരുന്നുണ്ട്. മെയിൻ്റനൻസ് കുറവുള്ള ഒരു വാഹനം കൂടിയാണ്. അതിനടുത്ത് ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2016 മാഗ്ന പ്ലസ് ആണ് വണ്ടി. മാഗ്ന പ്ലസ് ഇല്ല. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ ഒരു പ്രീമിയം വെഹിക്കിൾ ഉള്ള പോലെ അത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്. ഇത്ര ചെറിയ വാഹനമാണെങ്കിലും ബാക്ക് സൈഡിൽ നമുക്ക് AC വെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ലോങ് ഡ്രൈവ് പോകുകയാണെങ്കിൽ റിയറിലുള്ളവർക്ക് നമുക്ക് AC വെന്റ് ഒക്കെ ഉള്ള ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു ഫാമിലി കാർ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ 1.10 ഫുൾ ഹിസ്റ്ററി കാര്യങ്ങൾ പക്കയാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് ഫൈനൽ ആണെങ്കിൽ 3 ലക്ഷം രൂപ ലോൺ ഞാൻ ഫുൾ ലോണിൽ ചെയ്യാൻ പറ്റും. അത് നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു ചെറിയ ബഡ്ജറ്റ് ഫാമിലി കാർ. അടുത്ത വീണ്ടും നമുക്കൊരു ചെറിയൊരു ഫാമിലിക്ക് ഒരു ബൈക്കിൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് നമുക്ക് ഫുൾ ലോണിലും അതേപോലെ തന്നെ ചെറിയൊരു EMI നമുക്ക് ഇറക്കാൻ പറ്റുന്ന റെനോൾഡിന്റെ കിഡ് ഒരു 3 വരുന്നുണ്ട് അല്ലേ? വൈറ്റ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 16 രജിസ്റ്ററുള്ള വണ്ടിയാണ്. ഏറ്റവും ഫുൾ ലോഡ് ആയിട്ട് വരുന്ന വണ്ടി. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി കേട്ടോ. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങള് നല്ല കംഫർട്ട് ഒരു മിനി SUV ടൈപ്പ് വാഹനമാണ്. ഇതിന്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക് ഈ വാഹനം? നമുക്ക് ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 2.10 ആവശ്യപ്പെടുന്നത്. ലോണും കൊടുക്കാം. അപ്പൊ 2.10 എന്നൊക്കെ പറയുമ്പോൾ ഒരു 4,000 ഒക്കെ EMI വരുള്ളൂ. 5 രൂപ വരുള്ളൂ. അപ്പൊ ചെറിയൊരു EMI നമുക്ക് ഫുൾ ലോൺ കൊണ്ടാൻ പറ്റുന്ന വണ്ടി. ഞാൻ അതിന്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ് ക്ലിംബർ. ഇല്ല, ക്ലിംബർ 2019 വെറും 50,000 കിലോമീറ്റർ. വെറും 50,000 കിലോമീറ്റർ. ഇന്ത്യയിലൊക്കെ നോക്കി ആ ഒരു സ്പെഷ്യൽ എഡിഷന്റെ എല്ലാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു വരുന്നത്? 50,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നു. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക് ഈ വണ്ടി? ഇത് ഫൈനലാണ് നമുക്ക് 2.80 കൊടുക്കാം.
ആ 250 മേൽക്ക് ലോൺ കൊടുക്കും. ലോണും കൊടുക്കാം അല്ലെ, ഫുൾ ലോൺ തന്നെ ചെയ്യാൻ പറ്റും, ചെറിയ കിലോമീറ്റർ. ഞാനൊരു സിൽവർ ഫിനിഷിംഗ് വേണമെന്നുള്ളവർക്ക് തവണ ഒരു കിള്ളം സിൽവർ ഫിനിഷിംഗ് വാഹനം കൂടി ഉണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2021 വണ്ടി ഓട്ടോമാറ്റിക്കലി വരുന്ന വണ്ടി. അപ്പൊ തവണ ഈ ഒരു റേഞ്ചിൽ നമുക്കൊരു ഓട്ടോമാറ്റിക് വാഹനം വേണമെന്നുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ചെറിയ ബഡ്ജറ്റ്, എന്നാൽ അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വണ്ടി. 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 40,000 കിലോമീറ്റർ അല്ലെ, ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇതാണെങ്കിൽ 3,90,000 രൂപ ചോദിക്കുന്നത്. 390 മേൽക്ക് ലോണും കൊടുക്കാം. അപ്പൊ ക്യാഷ് ബാക്ക് തന്നെ കിട്ടൂല. അപ്പൊ ക്യാഷ് ബാക്കിൽ തന്നെ ഇറക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇതിന് ഏറ്റവും ഫുൾ ലോഡ് വാഹനമാണ്. ഒരു 40,000 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് കേട്ടോ. അടുത്ത ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് സ്വിഫ്റ്റുകളെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു KL13 ഒരു ഗ്രേ ഫിനിഷിംഗ് വാഹനം. ഇതെങ്ങനെയായിരുന്നു റാഫിക്ക മോഡൽ? 2018 പെട്രോൾ VXI വണ്ടിയാണ്. VXI വണ്ടി 4 സിലിണ്ടർ ആണ്. നിലവിൽ ഇപ്പൊ നമുക്ക് 3 സിലിണ്ടർ ഇറങ്ങണുള്ളൂ കേട്ടോ. അപ്പൊ 4 സിലിണ്ടർ ഒക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലേ. ഇത് എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഫസ്റ്റ് ഓണർ വണ്ടി, ഫുള്ള് ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങൾ പക്കയാണ്. ഇത് നമ്മൾ ആവശ്യപ്പെട്ട 5 ലക്ഷം രൂപ കൊടുക്കാം. 4,50 ലോൺ കൊടുക്കണം. 20 രൂപ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു കിട്ടുന്ന സ്വിഫ്റ്റ് ഇല്ല. അതും മിസ്റ്ററി എല്ലാം കാര്യങ്ങളും പക്കയാണ്. 18 മോഡൽ ഇല്ല. അടുത്ത വീണ്ടും അതിന്റെ സിൽവർ ഫിനിഷിംഗ് ആണ്. അത്യാവശ്യം നല്ല അഡീഷണൽ ഫിറ്റിംഗ്സും ഫാൻസി നമ്പറും സ്കേർട്ടിങ്ങും കാര്യങ്ങളും, അതായത് സ്പോയിലറൊക്കെ വന്നിട്ടുണ്ട്. ടയേഴ്സ് ഒക്കെ ഫുൾ കട്ട് ടയേഴ്സ് കാര്യങ്ങൾ. ഇന്റീരിയർ ആണെങ്കിലും നല്ല കിഡ്ല ഇന്റീരിയർ, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു മോഡൽ. എങ്ങനെയാണ് ഇതിന്റെ മോഡല് കാര്യങ്ങൾ? 2022 മോഡല്, ഒരു 40,000 കിലോമീറ്റർ ഫസ്റ്റ് ഓണർ ഒക്കെ ലോ കിലോമീറ്റർ വണ്ടികളാണ് സ്വിഫ്റ്റ് ഒക്കെ വരുന്നത്. സിംഗിൾ ഓണർ ആണ് വരുന്നത്. അതെ. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? 5,75 കൊടുക്കാം. മാക്സിമം ഫുൾ ഓൺ ആയിട്ട് മേലെ കൊടുക്കും. ഇതും ഫുൾ ഓൺ അല്ലേ. അപ്പൊ ഈ ഒരു സ്വിഫ്റ്റ് നമുക്ക് 20 ഉറുപ്പിക ഇറക്കാം. അതേപോലെ ഇതാണെങ്കിൽ ഫുൾ ഓണിൽ ഇറക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തതാണോ വീണ്ടും നമുക്ക് അതിന്റെ ഒന്നുകൂടെ ജനറേഷൻ മുമ്പ് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു എഡിഷൻ കൂടിയാണ്. 2014 മോഡൽ VDI ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാല് ലോങ് ഡ്രൈവില് ഈ ഒരു സ്വിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ മൈലേജ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇല്ല. കാരണം നമുക്ക് 22 ഒക്കെ കിട്ടുന്ന ഒരു എഞ്ചിൻ കൂടിയാണ്. സോ അത്യാവശ്യം നല്ല ഡെയിലി യൂസിന് ഒരു സ്വിഫ്റ്റ് ഒക്കെ നോക്കി നടക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത് നമുക്ക് ഇവിടുത്തെ തിരൂർ രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത് ഇല്ല. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് ഫൈനല് 3 ലക്ഷം രൂപ കൊടുക്കാം. 2,70 കണ്ട് 2,500 രൂപയുടെ അടുത്ത് ലോൺ കൊടുക്കാം. അപ്പൊ ട്രാക്കിന്റെ ഒരു 10-30 രൂപ വണ്ടി ഇറക്കാം. ഡീസൽ വണ്ടിയാണ്, അതും ഒറിജിനൽ കേരള പക്ക ഇഷ്ടമൊക്കെ ഉള്ള റീ ആണ്. 2014 റീ ആണ്. റീ വണ്ടിയാണ് അല്ലെ. 14 മോഡൽ വണ്ടി, 3 ലക്ഷം രൂപ. നല്ല വൃത്തിയുള്ള വണ്ടി, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓക്കെ, എഞ്ചിന് മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. കണ്ടീഷനാണ്. അടുത്തതാണ് ഒരു വൈറ്റ് ഫിനിഷിംഗിൽ വീണ്ടും ഒരു സ്വിഫ്റ്റ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2013 മോഡൽ, എക്സ്ട്രാ ഫിനിഷും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അപ്പൊ നല്ല കോസ്റ്റ്ലി ആയിട്ട് അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്. നോക്കി നല്ല കിഡില അലോയ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 4 ടയറും ഫുൾ കട്ടീസുള്ള വണ്ടി തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നിലവിലൊന്നും ചെയ്യിക്കാനൊന്നും ഇല്ല. ഒന്ന് പോളിഷ് ചെയ്യാണ്ടൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തോളാം, വൃത്തിയാക്കിയിട്ട്. ഓക്കെ, ഇത് നമുക്ക് 3,000 രൂപ വണ്ടി കൊടുക്കാം. ഡീസൽ അല്ല വണ്ടി തന്നെ. 3 ലക്ഷം രൂപ ഉള്ളിൽ കണ്ടിട്ട് ലോൺ കൊടുക്കാം. അപ്പൊ ഏകദേശം 19 രൂപ വണ്ടി എടുക്കാം. അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിംഗ്സ് വന്നിട്ടുണ്ട്. ആ ഒരു എമൗണ്ട് നമുക്ക് വൃത്തിയായിട്ടുള്ള ഒരു മോഡലില്ല. അടുത്ത ഒരു സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2015 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഇത് ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ, ഡീസൽ വണ്ടി തന്നെയല്ലേ വരുന്നത്? ഡീസൽ വരുന്നത് 4,20 കൊടുക്കുക. 4 മേലേക്ക് നമുക്ക് ലോണും കൊടുക്കാം. അതും ഫുൾ ഓൺ തന്നെ. അതിന് ട്രാക്കിന് ക്യാഷ് ബാക്കിൽ തന്നെ ഇറക്കാൻ പറ്റുന്ന വണ്ടി. 2015 കേട്ടോ വണ്ടി. 2015 മോഡൽ വണ്ടി, ഡീസൽ വണ്ടിയാണ്. അടുത്ത 2 ബലാനകൾ വരുന്നുണ്ട്. ഇത് ആൽഫ ആണ് വരുന്നത്. ആൽഫ ഇതിൽ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2015 മോഡൽ വണ്ടി. 2015 മോഡൽ വണ്ടി കേട്ടോ. 90,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, എത്ര ചോദിക്കുന്നത് നമ്മൾക്ക് ഈ വാഹനത്തിന്? ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന 5,10 കൊടുക്കാം. ഒരു 4,50 കണ്ടിട്ട് നമുക്ക് ലോണും കൊടുക്കാം. അപ്പൊ ഒരു 10-30 രൂപ സുഖമായിട്ട് വണ്ടി എടുക്കാം. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ബലാന കേട്ടോ. ഡീസൽ ഒന്നും ഇറങ്ങൂലല്ലോ ഇല്ല. ഡീസൽ ആകുമ്പോൾ ഇതിന് മൈലേജ് തന്നെ 23 വരെ 22 ഒക്കെ മൈലേജും കിട്ടും. അപ്പൊ ആ ഒരു റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് അഗൈൻ വീണ്ടും ഒരു ബലാന. ഇത് ഡീസലാണോ പെട്രോൾ ആണോ വരുന്നത്? പെട്രോൾ വരുന്നത്. 2021 മോഡൽ. 21 മോഡൽ ബേസിക്സ് വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് അല്ലേ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ ഓടിക്കുന്നത് 80,000 കിലോമീറ്റർ വണ്ടി ഓടിക്കണേ. ഫസ്റ്റ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇത് മാക്സിമം ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഫുൾ ഓൺ നമുക്ക് ഈ ഒരു വാഹനം കൊടുക്കാം അല്ല. 21 മോഡല് ബലേന ഫുൾ ഓണില് ലോ കിലോമീറ്റർ കൊടുക്കാം. അതൊക്കെ നമുക്ക് അടുത്ത തവണ ഒരു കിഡ്ലം വണ്ടിയാണ്. വലിയൊരു വാഹനം. നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും അതേപോലെ തന്നെ നമുക്ക് ഡീസലിൽ നമുക്ക് ഹൈബ്രിഡിൽ വരുന്നൊരു വാഹനമാണ്. സെമി ഹൈബ്രിഡ് വാഹനമാണ്.
ഇന്റീരിയറൊക്കെ നോക്കി നല്ല ഫീച്ചേഴ്സാണ്. റിയറിൽ AC, വെന്റ്, ഹാൻഡ് റെസ്റ്റ്, അങ്ങനെ അത്യാവശ്യം നല്ല ഫിറ്റിങ്സും കമ്പനി അലോയ്സും പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്ങും സ്റ്റിയർ മോൾഡ് കൺട്രോൾസും ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ A to Z നല്ല ഫിറ്റിങ്സിൽ നെക്സ ചാനൽ വഴി വന്നിരുന്ന ഒരു മാരുതി സുസുക്കി സിയാസ് സെഡാന്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2017 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇത് മാക്സിമം ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. 5,80,000 നമ്മൾ ആവശ്യപ്പെടുന്നത്. 580 അത് നമുക്ക് ഫുൾ ഓണിൽ ഇറക്കാൻ പറ്റുന്ന ഡീസൽ ഹൈബ്രിഡ് വാഹനം അല്ലേ? 6 ലക്ഷം രൂപ അടുത്ത് ലോൺ കിട്ടേണ്ടതാണ്. അപ്പൊ ക്യാഷ് ബാക്കിന് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്, അത് ഹൈബ്രിഡും ആണ് അല്ലേ? ഹൈബ്രിഡ്. അപ്പൊ നമുക്ക് മാക്സിമം നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൊണ്ടുപോകാം. ഫ്രണ്ട്സ്, നമ്മളിന്ന് സണ്ണിലായിരുന്നു. സണ്ണിൽ നമുക്ക് ഒരു 3-4 പാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മൊത്തം നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ. അവർ ഫസ്റ്റ് പാർട്ട് ഏകദേശം ഒരു 20 മിനിറ്റിന്റെ മുകളിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിർത്തുകയാണ് താൽക്കാലികമായിട്ട്. അപ്പോൾ ഇനിയും അത്യാവശ്യം നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ ഒത്തിരി വാഹനങ്ങളും SUVകളുടെ നല്ലൊരു കളക്ഷനായിട്ട് നമ്മൾ തൊട്ടടുത്ത ദിവസം വരും. അപ്പോൾ ലൊക്കേഷൻ മറക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്, നമ്മുടെ പുതിയ നാഷണൽ ഹൈവേയിൽ, തൃശ്ശൂർ കാലിക്കറ്റ് നമ്മുടെ പുതിയ ഹൈവേയിൽ, പുത്തനത്താണിൽ നിന്ന് തിരൂർ റോട്ടിൽ രണ്ടാല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഗൂഗിൾ എടുക്കുക. സൺ ഓട്ടോ കൺസൾട്ടൻറ്റ് പുത്തനത്താണി എന്ന് അടിച്ചാൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. സോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഈ ന്യൂ ഇയറിന് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ സണ്ണിന് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനങ്ങൾ ഏത് വാഹനങ്ങളും കൊണ്ടുപോകാമെന്നുള്ളതാണ്. കാരണം നമുക്കൊരു സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ 5-6 സ്വിഫ്റ്റ് ഉണ്ടാവും. ഓൾട്ടോ നോക്കുന്നവരെ സംബന്ധിച്ച് ഒരു 10ഓളം ഓൾട്ടോകൾ ഉണ്ടാവും. അങ്ങനെ ഏത് സെഗ്മെന്റുകൾ നോക്കുകയാണെങ്കിൽ 1-2 വാഹനങ്ങളല്ല, പല ഓപ്ഷനിൽ, പല മോഡലിൽ, പല ബഡ്ജറ്റിൽ വാഹനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാഹനം എടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ വാഹനം എടുത്തിട്ട് പോകുന്നുള്ളതാണ് നമ്മൾ അത്രയും ഗ്യാരണ്ടി പറയുന്നത്. സോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നൊരു വീണ്ടും കാണാം. ഇസ്മേ റിയാസ് ആൻഡ് റാഫിക സൈനിങ് ഓഫ്.